ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് നമസ്കാരം. അങ്ങനെ ഗീതു റൂമിൽ ഇങ്ങനെ ഇട്ടോ ഒരു പില്ലോടെ കവറൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദ് വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട്, ഇന്ന് മുതൽ ഞാൻ അപ്പുറത്തെ റൂമിൽ കിടക്കാൻ പോവാണ്, അല്ലെങ്കിൽ നീ അപ്പുറത്തെ റൂമിൽ പോയി കിടക്കണം. എന്തായാലും ഈ ഒരു മതിലുണ്ടല്ലോ, തലയണ വെച്ചിട്ടുള്ള മതിൽ, അതിനി വേണ്ട. തലവണ വെച്ചിട്ടുള്ള മതിൽ കട്ടിലേ മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. മനസ്സിലുണ്ടല്ലോ കരിങ്കല് വെച്ചിട്ട് മതിൽ പണി തേക്കേണ്ടത്. എന്തായാലും എനിക്ക് സ്വസ്ഥമായിട്ടൊക്കെ ഉറങ്ങണം, എനിക്ക് അപ്പുറത്തെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങിക്കോണം എന്ന് പറയണം. ആ സമയത്ത് ഗീതു പറയണ്ടോ, ഓ നിങ്ങളുടെ രണ്ടാം അമ്മേനെ ഞാൻ അപമാനിച്ചത് കൊണ്ടിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുമ്പോൾ, അന്നൊക്കെ എന്ത് വേണമെങ്കിലും വിചാരിക്കാം, എനിക്കൊരു കുഴപ്പമില്ല, എന്തായാലും എനിക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അപ്പുറത്തെ റൂമിൽ കിടക്കാൻ പോകുമ്പോൾ ഗീതു പറയുന്നുണ്ട്, വേണ്ട നിങ്ങൾ ഇവിടെ തന്നെ കിടന്നോളൂ, ഇത് നിങ്ങളുടെ റൂമാണല്ലോ, അപ്പുറത്തെ റൂമിൽ പോയിട്ട് ഞാൻ കിടന്നോളാം എന്ന് ഗീതു പറയാണ്. ആ സമയത്ത് ഗോവിന്ദ് വളരെ ഉപകാരം എന്ന് പറയുമ്പോൾ ഗീതു തലയണയൊക്കെ എടുത്ത് പോകാൻ പോകുമ്പോഴേക്കും ഗോവിന്ദ് പറയുന്നുണ്ട്, നിന്റെ ബാഗും കൂടി എടുത്തോന്ന് പറയാണ്. ഞാൻ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ നല്ല പോണത്, തൊട്ടപ്പുറത്തെ റൂമിലേക്കാണ്, ബാഗും സാധനങ്ങളൊക്കെ നാളെയാണെങ്കിലും എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഗീതു തലയണ മാത്രം എടുത്തുകൊണ്ട് പോവാട്ടോ. അതിനുശേഷം റൂമിലെത്തുന്ന ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തൊക്കെ പറഞ്ഞാലും സാർ എന്നെ എന്തൊക്കെ അപമാനിച്ചാലും എന്തൊക്കെ കുത്തുവാക്ക് പറഞ്ഞാലും ഞാൻ ഒരിക്കലും സാറിനെ വിട്ടു പോവില്ല. ഇവിടെ ഉള്ള ആൾക്കാരുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഞാൻ സാറിന് ഇവിടെ നിന്ന് വിട്ടിട്ട് പോകുള്ളൂ എന്ന് ഗീതു മനസ്സിൽ വിചാരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ഗോവിന്ദ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. രാവിലെ ആകുമ്പോഴേക്കും രാവിലെ നമ്മുടെ ഗീതു ഇങ്ങനെ അപ്പുറത്തെ റൂമിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ രാധികാമയും വരുണും അപ്പുറത്ത് നിന്നിട്ട് ഇതെല്ലാം തന്നെ കാണുന്നുണ്ട് കേട്ടോ. കണ്ടാടാ വരുണേ, അവൻ്റെ റൂമിൽ നിന്ന് മാത്രമല്ല മനസ്സിൽ നിന്നും കൂടി അവൾ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, അതെ അതെ, ഇനി ആ ഡൈവേഴ്സ് പേപ്പറിലും കൂടി ഒപ്പിടിപ്പിച്ചാൽ മതി അമ്മയെന്ന് പറയുമ്പോൾ, അതിൽ ഓൾറെഡി ഗോവിന്ദ് ഒപ്പിട്ട് കഴിഞ്ഞു, ഇനി ഗീതു മാത്രം ഒപ്പിട്ടാൽ മതി. അത് അവളെ കൊണ്ട് ഒപ്പിടിപ്പിക്കാനായിട്ട് എനിക്കറിയാം. പിന്നെ അവളെ എന്തെങ്കിലും മാനസിക രോഗിയാക്കിയിട്ട് കോടതിയിൽ ഹാജരാക്കാതിരുന്നാൽ മാത്രം പോരെ. അവള് അതായത് കോടതി ഇങ്ങനെ സമീപിക്കുന്ന സമയത്ത് എന്തായാലും ആ ഗോവിന്ദനെ ഗീതുവിനെ വിളിക്കേണ്ടി വരും. അപ്പോൾ ഗീതു വരാൻ പറ്റില്ല, അവൾക്ക് മാനസിക നില തെറ്റിയിരിക്കുകയാണെന്ന് ഏതെങ്കിലും ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് കൂടി പോരെ. എന്തായാലും അവർ രണ്ട് വഴിക്കാക്കുമെന്ന് രാധികാമയും വരുണും വിചാരിക്കണം. രാവിലെ ആകുമ്പോഴേക്കും ഗീതുവിൻ്റെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് കാഞ്ചന വരുന്നുണ്ട്. ഗീതു ചായ എടുക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ, എടുക്കാം ഗോവിന്ദ് മാമനെ ഞാൻ ചായ കൊണ്ടേ കൊടുക്കട്ടെ എന്ന് കാഞ്ചന ചോദിക്കുമ്പോൾ, വേണ്ട ഗോവിന്ദേട്ടനെ കണ്ണേട്ടൻ നല്ല യോഗയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, ഈ സമയത്ത് ശല്യപ്പെടുത്താൻ വേണ്ടി ആരും അങ്ങോട്ട് പോകണ്ട കേട്ടോ എന്ന് ഗീതു പറയണം. ആ സമയത്ത് രേഖ വരുന്നുണ്ട്, അയ്യോ ഗീതു ഇന്ന് എനിക്ക് വിളക്ക് വെക്കാൻ പറ്റില്ല കേട്ടോ, എന്ന് തൊഴാൻ പറ്റില്ല എനിക്ക്, അതുകൊണ്ട് നീ ഒന്ന് കുളിച്ചിട്ട് വിളക്ക് വെക്കാവോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ രേഖ ചേച്ചി ഇനി കുളിച്ചിട്ട് വിളക്ക് വെക്കാൻ വെച്ചാൽ ഒരുപാട് സമയമില്ലേ, ഇപ്പം തന്നെ ഒത്തിരി സമയമായി, പിന്നെ എനിക്ക് നന്നായിട്ട് കുളിക്കാണ്ട് വിളക്ക് വെക്കാൻ പറ്റില്ല. ഇന്നലെ രാത്രി അപ്പോഴേക്കും നമ്മുടെ അധികം അവിടെ നിന്ന് ഒളിഞ്ഞ് നോക്കുക കേട്ടോ. ആ സമയത്ത് ഗീത് പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ കണ്ണേട്ടനായിട്ട് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി, അപ്പോൾ ദേഹശുദ്ധി വരുത്താണ്ട് എങ്ങനെയാ ശരിക്കും കുളിക്കാണ്ടൊക്കെ എങ്ങനെയാണ് വിളക്ക് വെക്കണത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് കാഞ്ചന ചോദിക്കുന്നുണ്ട്, അയ്യോ അതിനെന്നുള്ള ഗീത് പപ്പ വേറെ റൂമിലും ഗോവിന്ദ് മാമ വേറെ റൂമിലല്ലേ കിടന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് വേറൊന്നുമല്ല, അതെ ഞാൻ വേറെ റൂമിൽ കിടന്നതല്ല, ഞാൻ പഠിക്കാൻ റൂമാണ്, അത് എൻ്റെ കണ്ണേട്ടൻ പറഞ്ഞു സ്റ്റഡി റൂമായിട്ട് ആ റൂം എടുത്തോളാം. ഞാൻ അവിടെ നിന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് ഒരു 2-2:30 ആയപ്പോഴേക്കും ഞാൻ ഗോവിന്ദേട്ടൻ്റെ റൂമിലേക്ക് പോയായിരുന്നു, എൻ്റെ കണ്ണേട്ടനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി, പിന്നെ ഒന്നും പറയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീത് നാണത്തോടൊരു കാര്യങ്ങൾ പറയണം. അപ്പോഴേക്കും രാധികാമ്മ അവിടെ നിൽക്കണമെന്ന് ഗീത് പറയണ്ട, ആഹാ ദേ നിൽക്കണു രാധികാമ്മ കുളിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട്, രാധികാമ്മ വിളക്ക് വെച്ചോളും എന്ന് പറയുമ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, എന്താ വിധവകൾക്ക് വിളക്ക് വെച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നീ എന്തെങ്കിലും പറയോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ വിധവകൾ വിളക്കൊക്കെ വെക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഗീത് പറയണം. എന്തായാലും എനിക്ക് വിളക്ക് വെക്കാൻ പറ്റില്ല, ഞാൻ കണ്ണേട്ടനായിട്ട് ഇന്നലെ കെട്ടിപ്പിടിച്ചു കിടന്നൊക്കെ പോയി, അപ്പം അതുകൊണ്ട് നന്നായിട്ട് കുളിക്കാണ്ടൊക്കെ എങ്ങനെയാണമ്മേ, ഇപ്പം തന്നെ സമയം ഒരുപാടായി, അമ്മ പോയി വിളക്ക് വെച്ചിട്ടോ, അയ്യോ കണ്ണേട്ടൻ്റെ ചായ ചൂടാറി, നമ്മൾ ചായ കൊടുത്ത് കണ്ണേട്ടനെ വരട്ടെ എന്ന് വേണ്ടിയിട്ട് ചായ ഗ്ലാസ് എടുത്തിട്ട് പോവാണ്. ഇതൊക്കെ കേൾക്കണം നമ്മുടെ രാധിക മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര കണ്ണൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റിച്ചോ, അപ്പോൾ അവന് ഇന്നലെ ഗീതുവിൻ്റെ കൂടെ പിന്നെ പോയി കിടന്നുറങ്ങിയായിരുന്നോ എന്നൊക്കെ രാധിക അമ്മീനെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ഗീതു ചായയായിട്ട് പോയിട്ട് അവിടെ വെക്കുവാണ് ചായ. അതിനുശേഷം ഗോവിന്ദ് കാണുന്നില്ല ഗീതു ചായ വെച്ച കാര്യം. ഗോവിന്ദ് നോക്കുമ്പോൾ ചായ അവിടെയുണ്ട്. ഗോവിന്ദ് നല്ല സന്തോഷത്തോടെ ആ ചായ എടുത്തിട്ട് നല്ല സുഖം ചായ കുടിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ചായ ഇങ്ങനെ കുടിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ബാൽക്കണിയിലേക്ക് പോയി നിൽക്കുകയാണ് കേട്ടോ ഗോവിന്ദ്. ആ സമയത്ത് ഗീതു, ഓഹോ ഞാൻ ഉണ്ടാക്കുന്ന ചായയൊക്കെ കുടിക്കാൻ ഒരു കുഴപ്പമില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ അകത്ത് കയറിയിട്ട് ഇങ്ങനെ തിരിയാൻ പോകുമ്പോഴേക്കും ചായക്കപ്പ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിരിയായിരിക്കും, ചായക്കപ്പ് നിലത്ത് വീണിങ്ങനെ ഉടയും, അതായത് നമ്മുടെ ഡോറിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് ചായക്കപ്പ് വീണ് ഉടയണത്. അപ്പോൾ ഗീതു അയ്യോ ചായക്കപ്പ് ഒടിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ചായയുടെ കപ്പ് പൊട്ടിയ ചില്ലക്ക് ഇങ്ങനെ ഒരേന്നിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാധികാമ്മ ഒച്ച കേട്ട് പതുക്കെ റൂമിൻ്റെ അവിടെ ഇങ്ങനെ എത്തി നോക്കുമ്പോഴേക്കും ഗീതു അതായത് ഡോറിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ഭാഗം മാത്രമേ രാധികാമ്മ കാണുന്നുള്ളൂ.
ഗീത് മനസ്സിലായി രാധികാമ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഗീത് പറയണ്ട, അയ്യോ കണ്ണേട്ടാ എന്താ ഇത്, കെട്ടിപ്പിടിക്കുമ്പോഴൊക്കെ നോക്കി കെട്ടിപ്പിടിക്കണ്ടേ, കണ്ടോ ചായക്കപ്പം നിലത്ത് വീണ് മറിഞ്ഞ് പൊട്ടി, ഷോ എന്നെ ഒന്ന് വീട് കണ്ണേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇത് രാധികാമ തെറ്റിദ്ധരിക്കുക കേട്ടോ, വാതിലിൽ ഇത്ര നമ്മുടെ ഗോവിന്ദാന്നാ വിചാരിക്കണത്. ആ സമയത്ത് ഗീത് പതുക്കിനെ എഴുന്നേക്കുവാണ്. ഷോ എന്താ കണ്ണേട്ടാ ഇത്, ഓഫീസിൽ പോകണ്ടേ, എന്നെ വീട്ട് ഇത് താടി കുത്തിക്കൊള്ളണോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീത് തന്നെ വാതിലിൽ ഇങ്ങനെയൊക്കെ ആവാണ് കേട്ടോ. അയ്യോ ഇങ്ങനെയൊന്നും ഉമ്മ തരല്ലേ കണ്ണേട്ടാ, ഷോ എനിക്ക് നാണമാണ്. ചില ആൾക്കാരെ കഥകിൻ്റെ അപ്പുറത്ത് നിന്ന് നമ്മൾ ശ്രദ്ധിക്കും കേട്ടോ, ഒഴിഞ്ഞു നോട്ടക്കാരുണ്ട് ഇവിടെ എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ തന്നെ രാധികാമക്ക് മനസ്സിലായി രാധികാമനുണ്ട്. രാധികാമ മാറി നിൽക്കുവാണ്. പക്ഷേ ഇവരെന്തൊക്കെയാണ് കാണിക്കണം, അപ്പോൾ കണ്ണൻ ഞാൻ പറഞ്ഞ ഉടമ്പടിയൊക്കെ തെറ്റിച്ചു എന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുകയാണ്. ഗീതുക്ക് അങ്ങനെ ചിരി വന്നിട്ട് വയ്യട്ടോ, കണ്ണേട്ടാ ഞാൻ ഈ വാതിൽ നടക്കട്ടെ എന്നിട്ട് മതി സ്നേഹപ്രകടനം എന്ന് പറയുകയാണ്. എൻ്റെ വാതിലടയ്ക്കുവാണ്. അതിനുശേഷം വീട് കണ്ണേട്ടൻ്റെ ഒരു കാര്യം കൊച്ചു കള്ളനാ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ രാധികാമനെ കേൾപ്പിക്കാൻ വേണ്ടി പറയാൻ. രാധികാമ തൊട്ടപ്പുറത്ത് ചെവി ഇങ്ങനെ കോർത്ത് ഇങ്ങനെ വെച്ച് കേട്ടിരിക്കുക കേട്ടോ, ഇവരെന്തൊക്കെയാണ് സംസാരിക്കണമെന്ന് അറിയാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഭാഗത്തോട് കൂട്ടാണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.